ഇഷ്ടപ്പെട്ട് പഠിക്കണം, അല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ തലയിലൊന്നും കയറത്തില്ല. സാധാരണ ഡ്രൈവിംഗ് ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഇരിക്കും, അതേപോലെ ഒന്നും അല്ലാതെ എങ്ങനെ നമുക്ക് ചില്ലാക്കാം. ഡ്രൈവിംഗ് പഠിക്കണോ വേണ്ടേ, പിന്നെ പഠിക്കാല്ലേ, നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ എന്നൊക്കെ ആയിരുന്നു ഇയാളുടെ അവസ്ഥ. പക്ഷെ ലാസ്റ്റ് എന്തായെന്ന് കാണൂ കൂട്ടുകാരെ. ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടി 3 പേര്. എന്താണ് പറയാനുള്ളത്? വർഷങ്ങളായിട്ട് ഡ്രൈവിംഗ് ക്ലാസ് എന്റെ ലൈസൻസ് ഒക്കെ ഉണ്ട്. എന്ത് പറ്റി ഇപ്പൊ വന്നത്? എന്റെ ഡ്രൈവിംഗ് സ്കിൽസ് പക്ഷെ കിട്ടും. MVD കേസ് എടുക്കും. ആർക്കും കുറച്ച് ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഉണ്ടോ? എക്സ്പയറി ആയി കാണൂലേ? അല്ലല്ല, എന്ത് പറ്റി ഇപ്പൊ വന്നത്? അത്യാവശ്യമായി പഠിക്കണം എന്ന് എനിക്ക് തോന്നിയ തോന്നാനുള്ള റീസൺ എന്തൊക്കെയാ ഉണ്ടല്ലോ. എങ്ങനെ അപ്പൊ പിന്നെ പേഴ്സണൽ അതെ ബാക്കി ഞാൻ തരാം കേട്ടാ, ബാക്കി ഞാൻ തരാം. പിന്നെ വിന്റേജ് ആയതുകൊണ്ട് ഈ മിററൊക്കെ ഓക്കെയാണ് നോക്കി ബാക്കി. ഓക്കെയാണോ? ഓക്കെ. സീറ്റ് ഓക്കെയാണോ? ഓക്കെയാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ സീറ്റ് ഓക്കെയാണ് ഇല്ലേന്ന്. ക്ലച്ച് ഇല്ലേ ഫുള്ള് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിൾ, ലെഗ് ആംഗിൾ വരണം. മനസ്സിലായ? ഈ ആംഗിൾ വരണം, എന്നാൽ നമുക്ക് ഇങ്ങനെ വിടാൻ പറ്റത്തുള്ളൂ. 1 2 3 4 ഒക്കെ ഇട്ട് നോക്കിക്കോ. 3 4 5 ഇല്ല, റിവേഴ്സ് ഇട്ടു. റിവേഴ്സ് അങ്ങനെയല്ല, ഇച്ചിരി അങ്ങോട്ട് ന്യൂട്രൽ വന്നിട്ട് കറക്റ്റ് ഇതാണ് റിവേഴ്സ്. ഈ സൗണ്ട് കേൾക്കണം. ഓക്കെ അല്ലേ? ലാസ്റ്റ് എന്താണ് എടുത്തത് വണ്ടി? എന്നാലും 2022 ഇത് ആൾട്ടോ എടുത്ത് വീട്ടിലെടുത്ത്. ശരി ശരി, ഓക്കെ, സൂപ്പർ. അപ്പം ഐശ്വര്യായിട്ട് അങ്ങ് തുടങ്ങുക, തിരുക്കുക. ഓ ഇനി വന്നിട്ടാ ഇട്ടോ. ഇവിടെ സിമ്പിൾ ഉണ്ടോ? ഇത് കാണുന്നില്ല, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടോ? ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനിയിപ്പോ നമുക്ക് വണ്ടി മൂവ് ആക്കണം. അപ്പൊ ആക്സിലേറ്റർ വേണ്ട, ക്ലച്ച് വന്ന് പതുക്കെ വിട്ടാൽ മതി. കറക്റ്റ്, അതേപോലെ പതുക്കെ അങ്ങ് വിട്ടാൽ മതി. എടുത്തോ. ഓക്കെ. എന്നിട്ട് ആ യെല്ലോ കളർ ബോർഡില്ല, അവിടെ എത്തി സ്റ്റോപ്പ് ആയി. സ്റ്റോപ്പ്, ക്ലച്ച് ഫുൾ ബ്രേക്ക്. മതി, പക്ക. ഓക്കെ, നമുക്ക് സ്ട്രേറ്റ് ബാക്ക് എടുക്കാം. റിവേഴ്സ് എടുക്കുമ്പോൾ സ്ലോപ്പ് ആയതുകൊണ്ടാണ് ബാക്കിലോട്ട് പോകുന്നത്. അപ്പോൾ റിവേഴ്സ് എടുക്കാം. ഓക്കെ, ഇനി വരട്ടെ. ഇനി നമുക്ക് 2 മിറർ നോക്കി പോകണം. ഈ മിറർ ആ മിറർ നോക്കി പോകണം. ഇനി അപ്പം കാലത്ത് പിന്നെ എന്തായാലും വണ്ടി മൂവ് ആവും, അത് ഓക്കെയാണ്, അത് കുഴപ്പമില്ല. എന്നിട്ട് ഇനി വിട്ടു, ബ്രേക്ക് ഇനി വിട്ടു. എന്നിട്ട് ഇതേപോലെ പോവാം. എന്നിട്ട് സ്ലോപ്പ് തീരുമ്പോൾ വണ്ടി നിൽക്കും. എന്നിട്ട് ക്ലച്ച് ഒരു പോയിന്റ് എത്തുമ്പോൾ വണ്ടി മൂവ് ആവും. ആ സെയിം പോയിന്റ് തന്നെ വെച്ചേക്കണം കാല്. കണ്ട, ഇവ നിന്ന് ഇനി വന്നു. ക്ലച്ച് പതുക്കെ വിടുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ വണ്ടി ഇങ്ങനെ മൂവ് ആവും. ആ സെയിം പോയിന്റിൽ വെച്ചേക്കണം. അതാണ് ഓഫ് ക്ലച്ച്. കറക്റ്റ്. ഇനിയും പോവാം. ഈ ഇച്ചിലൂടെ കറക്റ്റ്. ഇനി ഇതേപോലെ പോകും. കറക്റ്റാണ്. രണ്ട് സൈഡ് നോക്കി കറക്റ്റാണ്. ഇനി നോക്കി, ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് ഇല്ല. അപ്പം എന്ത് ചെയ്യണം? അങ്ങോട്ട് ഓടിക്കണം. അവിടെ പിടിച്ചു ക്ലച്ച് ഫുള്ള്. ഓക്കെ, അത് കുഴപ്പമില്ല. ഇച്ചിരി മുമ്പോട്ട് എടുക്കും. ഓക്കെ, അതേപോലെ അവിടെ എത്തി സ്റ്റോപ്പ് ചെയ്യും. വണ്ടി ഓടിക്കുമ്പോൾ പേടി എന്തൊക്കെയാണ്? ഇനി ബ്രേക്ക് പിടിച്ചോ. ഇടിക്കുമോ എന്നുള്ള പേടി. സ്ലോപ്പ് മാറിയിട്ട് നമുക്ക് 2 ആക്കാം. എന്നിട്ട് 2 ഇടുമ്പോൾ ആക്സിലേറ്റർ വേണ്ട. കിട്ടോ? അത്രേ ഉള്ളൂ. സെയിം. നോക്കോട്ടെ, കറക്റ്റ്, അത്രേ ഉള്ളൂ. ഇനി പോയിട്ട് നമുക്ക് ആ ബ്ലൂ കളർ ഇത് കണ്ട സാധനം അവിടെ വരെ എത്തി സ്റ്റോപ്പ് ആയി. നമുക്ക് ഈ ട്രാക്ക് വരെ ഇച്ചിരി ഇങ്ങോട്ടുണ്ടോ.
നമ്മൾ ട്രാക്ക് മാറും ബാക്ക് നിന്ന് നോക്കിക്കോണം. ക്ലച്ച് ഫുള്ള് ബ്രേക്ക് സ്ട്രേറ്റ് ബാക്ക് ഇതേപോലെ പോവാം. രണ്ട് സൈഡ് നോക്കിക്കോണം. മിടിക്കാനല്ലേ സ്ലോ നോക്കിക്കോണം. അതായത് പിന്നെ അല്ല ഫ്യൂച്ചർ CM ഓഫ് കേരള അതിന് പോട്ടു സ്റ്റോപ്പ് ആയിട്ടുണ്ട് കണ്ട. ഓഫ് ക്ലച്ച് എടുക്കാനേ. ആ യെസ് ചിരിക്കണ്ട. ഫുൾ ഓഫ് ടെൻഷൻ. വെറുത്ത് ആ കണ്ട. ഇല്ല ആയില്ല. ആയില്ല അതിന് അപ്പോൾ ഓഫ് ആയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഉള്ളത്. മനസ്സിലായി? അത്ര അതെ അതെ സ്റ്റാർട്ടാകും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടാക്കാം. പക്ഷേ ക്ലച്ച് ഇപ്പോൾ അപ്ലൈ ചെയ്ത് വെച്ചേക്കണം. ഇല്ലെങ്കിൽ ഇതാവത്തില്ല. ഓക്കെ നോക്കിക്കേ. ഇല്ല ആയില്ല. ഇച്ചിരൂടാണ്. ഇച്ചിരൂടെ നോക്കിക്കേ. ബ്രേക്ക് ഇട്ട് നോക്കിക്കേ. ഇല്ല ആയില്ല. അപ്പോൾ കുറച്ചുകൂടെ ഇനി ബ്രേക്ക് ഇട്ട് നോക്കിക്കേ. കണ്ട അത്രേ ഉള്ളൂ. ഇനി ഇവിടെ ആക്സിലേറ്റർ കൊടുത്ത് എടുത്തോ. ആക്സിൽ കൊടുക്കും. ക്ലച്ച് പതുക്കെ റിലീസ് ആവും. ആക്സിൽ കൊടുത്തോ. ആക്സിൽ കൂട്ടാം. അത് കുഴപ്പം. അപ്പോൾ അവിടെ ഇച്ചിരി ആക്സിൽ വേണം. നീ എത്ര ആക്സിൽ കൊടുത്താൽ വണ്ടി മൂവ് ആവില്ല. ഫുൾ കൊടുത്താൽ പോലും മൂവ് ആവില്ല വണ്ടി. ക്ലച്ചിലാണ്ടിരിക്കുന്നത്. അതെ അതെ. ക്ലച്ചിന് വന്നിട്ട് പതുക്കെ കൊടുത്താൽ വണ്ടി ഇച്ചിരി മൂവ് ആകത്തുള്ളൂ. പതുക്കെ കൊടുത്താൽ ഇങ്ങനെ ചാടി നിൽക്കും. അത്രേ ഉള്ളൂ. ആ വണ്ടി പോയിട്ടെടുക്കാം. നോക്കിക്കേ. ഓപ്പോസിറ്റ് നോക്കിക്കേ. ഇല്ല ഇല്ല കുറച്ചുകൂടെ. ഓക്കെ ആണ്. നോക്കിക്കേ. ഇല്ല അപ്പോൾ കുറച്ച് ഇത് മതി. ഇത് മതി. ഇല്ല ലാസ്റ്റ് ഉണ്ട് എത്തി. ഇനി ആക്സിൽ വേണം. ആക്സിൽ കൊടുത്തോ. ഇച്ചിരി കൂട്ടിയോ. എനിക്ക് ക്ലച്ച് പതുക്കെ എടുത്തോ. അത്ര ഉള്ളൂ. ഇനി ടു പോട്ടോ. അത്ര ഉള്ളൂ. അവിടെ നോക്കേണ്ട എന്തായാലും മിസ്റ്റേക്ക് അവിടെ. അത്ര ഉള്ളൂ. ഇനി ബാക്ക് എടുക്കും. ഓക്കെ കറക്റ്റ്. ദിസ് ഗേൾ ഈസ് ജഗജാല കില്ലാടി. എന്തുകൊണ്ടാണ് ഇത്രയും ഇത് ഫാസ്റ്റിൽ പോകുന്ന വണ്ടി? ഫുള്ള് ഫുള്ള് അതെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് സ്ലോപ്പ് ആയതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ പോകണം. മനസ്സിലായോ? കറക്റ്റ് കറക്റ്റ്. ഇതാണ് വേണ്ടത്. ലെഫ്റ്റാണ് പോകേണ്ടത്. ഇത് ബ്രേക്ക് കാണാം. ഇനി പോയി ഒന്നാക്കണം. ഒന്നാക്കി ഇനി പോട്ട്. ബ്രേക്ക് പിടിച്ച് ഇത് കണ്ടോ? നമ്മൾ എങ്ങോട്ടാ പോകുന്ന ലാസ്റ്റ് ഒരു എൻഡ് ഉണ്ടാവൂലേ? ഇച്ചിരി മുമ്പോട്ട് എടുത്ത് ഇനി മതി. കണ്ട ഈ എൻഡ് നമ്മുടെ സെയിം ലെവൽ എത്തണം. എന്നിട്ടാണ് ഓടിക്കുക. അതെ 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 കയറാൻ വേണ്ടി. ഇനി പതുക്കെ വന്നേ. ഓടിച്ചെടുത്ത് ഓടിച്ചെടുക്കുമ്പോൾ ബാക്ക് നോക്കിക്കോളാം. ഇതിൽ ഇടിക്കുന്നുണ്ട്. നോക്കി നോക്കി പോകണം. അത്രേ ഉള്ളൂ. ഇനി സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 1 നമ്മൾ ഗിയർ ഇട്ടു. സ്റ്റെപ്പ് 2 വണ്ടി നോക്കണം. കറക്റ്റ് പെർഫെക്റ്റ് ആൻസർ. 3 അതെ നോക്കിക്കോ. നോക്കിക്കോ വണ്ടി പോലെ നീ ചെയ്ത് നോക്കാം. മനസ്സിലായോ? ട്രാഫിക് വണ്ടിയൊന്നുമില്ല. പതുക്കെ എടുത്താൽ മതി. നീ സ്റ്റെപ്പ് 4 ഒന്നുണ്ട്. വി ആർ ഒബീഡിയൻറ്റ് ട്രാഫിക് റൂൾസ്. സോ ഇൻഡിക്കേറ്റർ ദാറ്റ് ഇസ് എ സംഭവം. യെസ് ഓക്കെ. ഇനി പോവാം. ബ്രേക്കിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് വീണ്ടും അവിടെ നിൽക്കുമ്പോഴാണ് കറക്റ്റ്. ഇതാണ് വേണ്ടത്. മനസ്സിലായ? ബ്രേക്ക് പിടിച്ചാൽ അവിടെ ഓഫ് ആയി പോകും. ക്ലച്ചാണ് പിടിക്കണ്ട. ഇച്ചിരി മുമ്പോട്ട് എടുത്ത് ക്ലച്ച് ഫുൾ. ഓക്കെ മാറി. ഇവിടുത്തെ ഗ്യാപ്പ് വന്നിട്ട് ഇവിടെ പോസ്റ്റർ കൊണ്ടുപോയി നമ്മൾ നോക്കായിരുന്നു. പക്ഷേ ഇവിടെ ഗ്യാപ്പ് ഫസ്റ്റ് അവിടെ വെച്ച് നോക്കണം എത്ര വരെ പോകാൻ പറ്റുമെന്ന്. നമ്മുടെ വീടിൻ്റെ പൊസിഷൻ വന്നിട്ട് ഈ ഒരു ആംഗിൾ ആയിരിക്കും. ഇവിടെയും ഇവിടെയും. അപ്പോൾ ഇപ്പോൾ പോസ്റ്റ് ഉണ്ടെങ്കിൽ
ഇത് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ പോസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ മനസ്സിലാവും. ഇനി ബാക്ക് മനസ്സിലാവുന്നുണ്ട് എന്തെങ്കിലും ഇനി വണ്ടിയുണ്ട് അവിടെ നോക്കി. കുഴപ്പമില്ല. ആട്ടോ ഉണ്ട്. ഓക്കെ ഇനി വന്നു. ഓക്കെ ഇനി അപ്പോൾ വീണ്ടും പെർഫെക്റ്റ്. ഓക്കെ ബ്രേക്ക് പിടിച്ചോ. എന്തായിരുന്നു മിസ്റ്റേക്ക് അവിടെ? അത്രേ പോട്ട് ഓൺ സ്പോട്ട്. ഞാൻ അവിടെ പറയാത്ത വന്നിട്ട് നീ ഓർക്കും, നീ മനസ്സിലായ അത്രേ. വണ്ടി ബാക്കിൽ പോകണം അല്ലേ? അപ്പം എന്ത് വേണം? അപ്പോൾ ഈ സെയിം ആംഗിൾ റിവേഴ്സ് ഇട്ടാൽ സെയിം അവിടെ തന്നെ പോയി നിൽക്കും. അത്രേ അതിന് വന്നു. മാമോടൊന്നും തോന്നല്ലേ ഫുള്ള്. ഓക്കെ ഓക്കെ അപ്പം മുമ്പോട്ട് പോകണം. അപ്പം അതിന് പോകുന്നില്ല. അപ്പം ക്ലച്ച് പതുക്കെ കുറച്ചുകൂടെ വരാം. ഇനി കറക്റ്റ് ഇതേപോലെ വരാം. കറക്റ്റ് ബ്രേക്ക് ബാക്ക് നോക്കും. ഓക്കെ ഇനി പോവാം. നിങ്ങൾ അങ്ങോട്ടാണ് പോകേണ്ടത്. ഇനി എന്ത് ചെയ്യാം? എന്തോ മിസ്റ്റേക്ക് നമുക്ക് മുമ്പോട്ടല്ലേ പോകണ്ട. അത്രേ ഉള്ളൂ. കറക്റ്റാണ്. ഓക്കെ ഇനി നമുക്ക് മുമ്പോട്ട് എടുക്കുമ്പോൾ നമുക്ക് വീലിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റും. വീൽ ഇങ്ങോട്ടായിരിക്കണം. അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഓടിക്കണം, മാറ്റി ഓടിക്കണം. കറക്റ്റ് അത്രേ ഉള്ളൂ. അതിന് പതുക്കെ നേരെ ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ ഇനി ഇങ്ങോട്ട് ഇനി പോവാം. ടേണിങ്ങിൽ ആക്സിലേറ്റർ പാടില്ല. ആക്സിലേറ്റർ കൊണ്ട് അങ്ങ് ഇടിച്ച് കയറി. അത്രേ ഉള്ളൂ. സ്ട്രേറ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണം. മുമ്പോട്ട് ലെഫ്റ്റിലോട്ട് പോകണം. അപ്പോൾ എങ്ങോട്ടായിരിക്കും ഓടിക്കുക? മുമ്പോട്ട് ലെഫ്റ്റിലോട്ട് പോകണം. അപ്പോൾ എങ്ങോട്ടായിരിക്കും സ്റ്റിയറിംഗ് ഓടിക്കുക? അത് ലെഫ്റ്റാ റൈറ്റാ? ലെഫ്റ്റിലോട്ട്. ഓക്കെ റൈറ്റിലോട്ടാണെങ്കിലാ? റൈറ്റിലേക്ക്. ഓക്കെ ലെഫ്റ്റ് റിവേഴ്സ് ആണെങ്കിലാ? നോക്കിയോ? എടുത്തോ പോട്ട്. വേറെ വണ്ടി ഒന്നും നമുക്ക് ചുമ്മാ ചെയ്ത് പഠിക്കാം. എക്സ്പെരിമെന്റ് വിത്ത് ഡൂയിങ് ആൻഡ് ലേണിംഗ്. അങ്ങനെ ചെയ്തോ? നമുക്ക് ലെഫ്റ്റ് റിവേഴ്സ് പോകണം. അല്ല കറക്റ്റ് ആണ്. സ്റ്റോപ്പ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ബ്രേക്ക് ക്ലച്ച് ഫുൾ ബ്രേക്ക്. ഓക്കെ അപ്പം ലെഫ്റ്റ് എങ്ങോട്ടായാലും ലെഫ്റ്റ് ആണ്, മുമ്പോട്ടായാലും ബാക്ക് ആയാലും. റൈറ്റ് എങ്ങോട്ടായാലും റൈറ്റ് ആണ്. അത്രേ ഉള്ളൂ. ഇനി വേറെ സംഭവം നമുക്ക് ലെഫ്റ്റ് റിവേഴ്സ് പോകണമെങ്കിൽ ലെഫ്റ്റിലേക്ക് തന്നെ ഓടിക്കണം. അതെ റൈറ്റ് ആണെങ്കിൽ റൈറ്റിലാണ്. ഓക്കെ അത്രേ ഉള്ളൂ. ഇനി മുമ്പോട്ടത്തെ. ഓക്കെ റൈറ്റ് കുറച്ച് അങ്ങോട്ട് എടുത്ത് ഇനി ഇവിടെ സ്റ്റോപ്പ് ആയി. ഓക്കെ ഇനി എല്ലാം സെയിം ആണ്. പക്ഷേ ഒന്ന് മാത്രം ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് സ്ട്രേറ്റ് ബാക്കിലോട്ട് പറഞ്ഞു വെച്ചാൽ നമ്മൾ വണ്ടി ഈ ഇച്ചിരി ലെഫ്റ്റ് വാക്കിൽ പോവാണ്. അവിടെ നമുക്ക് വണ്ടിനെ നേരെ ആക്കണം. അപ്പം റൈറ്റ് ഓടിക്കാം. അവിടെ മാത്രം ഓപ്പോസിറ്റ് ആണ്. അതെ അങ്ങോട്ടാണ്. അത്രേ ഉള്ളൂ. മനസ്സിലായി. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ ഇനി മുമ്പോട്ട് എടുത്തോ. CM മുമ്പോട്ട് എടുത്തോ. CMG. അപ്പോൾ ഓഫായി. അപ്പോൾ ന്യൂട്രൽ ആക്കിയെങ്കിൽ ഈ ലെഗ് ഫ്രീ ആക്കാം. അത്രേ അതെ ക്ലച്ചിൻ്റെ ആവശ്യമില്ല. ഗിയറിലാണെങ്കിലാണ് വേണ്ട. ഈ വണ്ടിയിൽ വന്നിട്ട് ഇത്രയും ഭാഗം എം ടി ആണ്. നമുക്ക് ഇത്ര ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഓഫ് ക്ലച്ച് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആയിരിക്കും. എന്നിട്ട് ഇത്രയും ഉണ്ടാകത്തുള്ളൂ നമുക്ക്. അപ്പോൾ അവിടെ നിന്ന് ഈ ലാവിഷ് ആക്കിയ ഓഫായി പോകും. പതുക്കെ എടുക്കുമ്പോൾ പിന്നെ സ്ലോപ്പ് ആയതുകൊണ്ട് പവർ വേണം വണ്ടിക്ക്. അപ്പോൾ ആക്സിലേറ്റർ വേണം. അല്ലാത്ത വണ്ടിക്ക് ചിലപ്പോൾ ഇപ്പോൾ നിന്റെ വണ്ടിക്ക് ഇവിടെ ആയിരിക്കും ഓഫ് ക്ലച്ച് നോക്കിയാൽ. എന്നിട്ട് ഇത്ര ഉണ്ടാവും. ഇത് ഇച്ചിരി വിൻഡേജ് ആയതുകൊണ്ട് ഇച്ചിരി ലാസ്റ്റ് നിൽക്കുകയാണ്. മനസ്സിലായോ? അത്ര ഇനി പോ. Miracles do happen. One of the miracle ആണ് ഇത്.
കറക്റ്റാണ്. കണ്ട ഇത് കണ്ടില്ലേ? അത്രോ ഇനി പോവാം. ഇനി കൊടുക്കാം. ഓക്കെ. ഇനി അവിടെ അമ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ എത്താറാകുമ്പോൾ ആക്സിലേറ്റർ ആണ്. ഇനി ആക്സിലേറ്റർ ആണ് എടുത്തോ. ഒന്നിങ്ങനെ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ക്ലച്ച് ഫുൾ അപ്ലൈ ചെയ്ത് ഇനി ബ്രേക്ക് പിടിച്ചേ. ഇനി ബ്രേക്ക് ഉണ്ട് കിട്ടും, ക്ലച്ച് മുതൽ കിട്ടും, ഇല്ലെങ്കിൽ ഇതും ചെയ്യാം. മനസ്സിലായ? അപ്പോൾ ഇവിടെ ആക്സിലേറ്ററിൻ്റെ ആവശ്യമില്ല. അത്രേ ഉള്ള. അവിടെ വീണ്ടും അമ്പുണ്ട്. നോക്കി ഇവിടെ ഇഷ്ടമുള്ള അമ്പുണ്ട്, നമുക്ക് പഠിക്കും. അങ്ങനെയെങ്കിലും യൂസ് ആവട്ടില്ല. ഗവൺമെൻറ് റോഡ് സ്ലോ. ക്ലച്ച് ഫുള്ള്. ഇനിഷ്യൽ ബ്രേക്ക് പിടിക്കുക. ഇനിഷ്യൽ ബ്രേക്ക് പിടിക്കാം. ഇനി ബ്രേക്ക് വേണ്ട. അമ്പ് കയറാനാവും, ബ്രേക്ക് വേണ്ട. ഇനി പോ കറക്റ്റ്. ഇതാണ് വേണ്ട. മനസ്സിലായ? സൗണ്ടൊന്നും ഇല്ല. ജയ്ജാല കില്ലാഡീസ് ഓഫ് കേരളം കട്ടകട സൈനിങ് ഓഫ്. എങ്ങനെയുണ്ട് ഒരു അവസ്ഥ, മാനസിക അവസ്ഥ പറയും? ഞാൻ ഈ റോഡിൽ കൂടെ ഓടിക്കുന്നു ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. റൈറ്റ്. അത്ര ഉള്ളു. ഇനി വന്നു ഓഫ് ക്ലച്ച് പിടിച്ച് ഓഫ് ക്ലച്ച് ബ്രേക്ക് വന്നു. വൺ ഫോർ കുഴപ്പമില്ല. അത് പോയി. ഇനി വന്നോ. ഓക്കെ. ബ്രേക്ക് ഉണ്ട്. ഓക്കെ. ബ്രേക്ക് പിടിച്ചോ. ഇനി ഓടിച്ചു. ഓക്കെ. ഇനി അത്രോ. ഇനി പോവാം. ഇനി ക്ലച്ചൊക്കെ എടുത്ത് ആക്സിലേറ്റർ. ഇനി ടു ആക്കാം. വി ആർ എൻ്ററിങ് ഇൻ ടു ദ ആക്ലം റോഡ്, ഉള്ളൂർ റോഡ്. പക്ഷേ ഉള്ളൂരിൽ റോഡോട്ടെന്ന് അറിയത്തില്ല. നോക്കിയാലേ അറിയാൻ പറ്റും. ഒരു സംഭവ ബഹുലമായ നിമിഷത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അക്ഷയനൊന്ന് പോയി ഞെട്ടിച്ചാലോ. അല്ല മൈൻഡില് എവിടെ എത്തി? മൈൻഡില് എവിടെ പോയെന്ന്? ആൻറ്റി പോലെ ചാടും, ഉറപ്പാണ്. ഓക്കെ. നമ്മൾ ഈ ആക്സിലേറ്റർ കൂട്ടിയും കുറച്ച് റെഗുലേറ്റ് ചെയ്ത് ബ്രേക്ക് ചവിട്ടാതെ അതാണോ നല്ലത്? ബ്രേക്ക് ചവിട്ടി ഇതാക്കുന്നതാണോ? എന്തായാലും ഓക്കെയാണ്. പക്ഷേ ഇതേപോലത്തെ ഇതൊക്കെ ആണെങ്കിലേ ഫസ്റ്റ് ആക്സിലേറ്റർ വിട്ടാൽ മാത്രം മതി, ഒന്ന് സ്ലോ ആയിക്കോളും. എന്നിട്ടും ആയില്ലെങ്കിൽ ബ്രേക്ക് പിടിക്കുക. ഈ ട്രാക്ക് പിടിച്ചോ. ലെഫ്റ്റ് ആകുമ്പോൾ ഇല്ല പോട്ടോ. നമുക്ക് പോകാം. ലെഫ്റ്റ്. പക്ഷേ ചേട്ടന്മാർ അവിടെ സ്റ്റോപ്പ് ആക്കിയിരിക്കും. ഫുൾ ബ്രേക്ക്. ഓക്കെ. ഇനി ഒന്നാക്കാം. ഞാൻ ഈ ആക്സിലേറ്റർ ഇങ്ങനെ വിട്ടും ഇതാക്കുമ്പോൾ മറ്റേ ഞാൻ ലാസ്റ്റ് പിടിക്കാൻ പോയിട്ട് ആൾ വഴക്ക് പറയാറുണ്ട്. അടിപൊളി. ബ്രേക്ക് തന്നെ ചവിട്ടണം, ബ്രേക്കിൽ കാല് വരണം, ആക്സിലേറ്റർ കൂട്ടാൻ മാത്രമേ ഉണ്ടാവൂ. ഇൻഡിക്കേറ്റർ ഇട്ട് ഇച്ചിരി മുമ്പോട്ട് എടുത്ത് നോക്കാം. ഇങ്ങോട്ടാണ് ഇവിടെ ഗ്യാപ്പാണ്.